ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2025 ശാസ്ത്രമേളയോടനുബന്ധിച്ച് നടക്കുന്ന സോഷ്യൽ സയൻസ് ക്വിസ് അഥവാ സാമൂഹ്യശാസ്ത്ര ക്വിസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2025 ശാസ്ത്രമേളയിലെ സാമൂഹ്യശാസ്ത്രത്തിലെ അഥവാ സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് വീഡിയോസ് ഇതിന് ശേഷം വന്നു തുടങ്ങുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുവാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുകൂടാതെ നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇതാണ് ബോണസ് ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയൊരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് ആരാണ്? നമുക്കറിയാവുന്നതുപോലെ തന്നെ വാസ്കോഡ ഗാമയാണ് കേരളത്തിലേക്ക് ആദ്യത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത്. അതിനുശേഷം രണ്ടാമതായി ഒരു പോർച്ചുഗീസ് സംഘത്തെ കേരളത്തിലേക്ക് നയിച്ച വ്യക്തിയുടെ പേരാണ് പെഡ്രോ അൽവാരിസ് കബ്രാൾ. അതായത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പെഡ്രോ അൽവാരിസ് കബ്രാൾ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജ്യപ്രതിനിധിയായി ഫ്രാൻസിസ്കോ അൽമേഡ നിയമിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1505. അതായത് കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജ്യപ്രതിനിധിയായി ഫ്രാൻസിസ്കോ അൽമേഡ നിയമിക്കപ്പെട്ട വർഷം 1505 ആണ്. ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി പഠിക്കേണ്ടതുണ്ട്. കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജ്യപ്രതിനിധിയായി നിയമിക്കപ്പെട്ടത് ആരാണ്? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ നേരത്തെ ചോദ്യത്തിലുണ്ട്. അതായത് ഉത്തരം ഫ്രാൻസിസ്കോ അൽമേഡയാണ്. അദ്ദേഹം നിയമിക്കപ്പെട്ട വർഷമാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ പറഞ്ഞത്. ഉത്തരം 1505. ഈ രണ്ട് കാര്യങ്ങൾ ഈ ഒരു ചോദ്യത്തോടനുബന്ധിച്ച് ഓർത്തു വയ്ക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സങ്കരവാസ സങ്കേതങ്ങൾ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? സങ്കരവാസ സങ്കേതങ്ങൾ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആര്? ഉത്തരം അൽബുക്കർക്ക്. അതായത് സങ്കരവാസ സങ്കേതങ്ങൾ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയുടെ പേരാണ് അൽബുക്കർക്ക്. നാലാമത്തെ ചോദ്യം: കുഞ്ഞാലി മരക്കാറിലെ എത്രാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത്? ഉത്തരം കുഞ്ഞാലി നാലാമൻ. അതായത് കുഞ്ഞാലി നാലാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത്. കുഞ്ഞാലി എത്രാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം കുഞ്ഞാലി നാലാമനാണ്. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം: യൂറോപ്യൻ യുദ്ധസങ്കേതങ്ങളും അതുപോലെ തന്നെ സമര ആയുധങ്ങളും ഏത് യൂറോപ്യന്മാരിൽ നിന്നാണ് കേരളീയ രാജാക്കന്മാർ പകർത്തിയത്? ഉത്തരം നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോർച്ചുഗീസുകാർ തന്നെയാണ്. അതായത് യൂറോപ്യൻ യുദ്ധസങ്കേതങ്ങളും അതുപോലെ തന്നെ സമരായുധങ്ങളും ഏത് യൂറോപ്യന്മാരിൽ നിന്നാണ് കേരളീയ രാജാക്കന്മാർ പകർത്തിയത്? ഉത്തരം പോർച്ചുഗീസുകാർ. വീഡിയോയിലെ ആറാമത്തെ ചോദ്യം: കൂനൻ കുരിശു കലാപം നടന്ന വർഷം ഏതാണ്? കൂനൻ കുരിശു കലാപം നടന്ന വർഷം ഏത്? ഉത്തരം 1653. അതായത് കൂനൻ കുരിശു കലാപം നടന്ന വർഷം 1653. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1653.
ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് രാജ്യത്തെ ജനങ്ങളെയാണ് ഡച്ചുകാർ എന്നറിയപ്പെടുന്നത്? അതായത് നമ്മൾ ചരിത്രത്തിൽ ഡച്ചുകാർ എന്ന് വിളിക്കുന്നത് ഏത് രാജ്യത്തെ ആൾക്കാരെയാണ്? ഉത്തരം നെതർലാൻഡ് അഥവാ ഹോളണ്ട്. അതായത് നെതർലൻഡ്സിലെ ആളുകളെയാണ്, അതായത് നെതർലൻഡ്സിലെ ജനങ്ങളെയാണ് നമ്മൾ ഡച്ചുകാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉത്തരം നെതർലാൻഡ് ആണ്. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യം, രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്, ഇട്ടി അച്യുതൻ എന്നീ പേരുകൾ ഏത് ഗ്രന്ഥത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. അതായത് ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ, അതായത് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്, ഇട്ടി അച്യുതൻ എന്നീ പേരുകളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മാർത്താണ്ഡവർമ്മ ഡച്ചരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ്? ഉത്തരം 1741 ഓഗസ്റ്റ് 10. അതായത് ഇങ്ങനെയല്ലാതെ കുളച്ചൽ യുദ്ധം നടന്നതെന്ന് എന്ന് മാത്രം ചോദിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലും ഉത്തരം 1741 ഓഗസ്റ്റ് 10 തന്നെയാണ്. കുളച്ചൽ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ ഈ ഒരു ചോദ്യം തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധത്തിൻ്റെ പേരെന്താണ്? ആ ഒരു യുദ്ധം നടന്നത് എപ്പോഴാണ്? ഉത്തരം കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. നിങ്ങൾക്കെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും മാത്രം പഠിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യവും അതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം ചോദ്യങ്ങൾ കിട്ടുകയുള്ളൂ. എന്നാൽ മാത്രമേ സബ് ജില്ല പോലെയുള്ള ലെവലിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് സന്ധി പ്രകാരമാണ് മൈസൂരിലെ ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയത്? ഉത്തരം 1792 ശ്രീരംഗപട്ടണം സന്ധി. അതായത് ഈ ഒരു ശ്രീരംഗപട്ടണം സന്ധി നടന്ന വർഷം ചോദിക്കാൻ സാധ്യതയുണ്ട്. 1792 അതിൻ്റെ ഉത്തരം. അതായത് ഈ ഒരു 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മൈസൂരിലെ ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയത്. നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1721 നടന്ന ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ പലതവണ ഈ ഒരു ചോദ്യം നമ്മുടെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് എപ്പോഴും ചോദിക്കാറ്. ഉത്തരം 1721 ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രാധാന്യം നമുക്കിപ്പോൾ പഠിക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ കലാപം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നടന്ന വർഷം നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. ഉത്തരം 1721 ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണത്. എന്താണ് ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രാധാന്യം? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. വീഡിയോയിലെ 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് രാജാക്കന്മാരാണ് വഞ്ചി ഭൂപതി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം തിരുവിതാംകൂർ. അതായത് തിരുവിതാംകൂർ രാജാക്കന്മാരാണ് വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്നത്. ഉത്തരം തിരുവിതാംകൂർ രാജാക്കന്മാർ. വീഡിയോയിലെ 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണിത്. ഉത്തരം ധർമ്മരാജയാണ്. അതായത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജയാണ്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണിത്. ഉത്തരം ധർമ്മരാജ.
വീഡിയോയിലെ 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തിരുവിതാംകൂർ ചരിത്രം ആധാരമാക്കി CV രാമൻ പിള്ള രചിച്ച നോവൽ ത്രയത്തിലെ കൃതികൾ ഏതെല്ലാമാണ്? തിരുവിതാംകൂർ ചരിത്രം ആധാരമാക്കി CV രാമൻ പിള്ള രചിച്ചയാളുടെ പേര് നിർബന്ധമായും ഓർത്തുവെക്കുക. രചിച്ച നോവൽ ത്രയത്തിലെ കൃതികൾ ഏതെല്ലാമാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. മറന്നു പോകരുത്, മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ. എഴുതിയ ആളുടെ പേര് CV രാമൻ പിള്ള. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും PDF നിങ്ങൾക്ക് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരുന്നതാണ്. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം, ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ് വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രക്ഷോഭം നടന്നത്? ഉത്തരം ബാലരാമവർമ്മ. അതായത് ബാലരാമവർമ്മ രാജാവിൻ്റെ ഭരണകാലത്താണ് വേലുത്തമ്പിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രക്ഷോഭം നടന്നത് എന്ന് ഓർത്തുവെക്കുക. അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബാലരാമവർമ്മ. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം കൂടി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ബോണസ് ചോദ്യത്തിലേക്കാണ്. നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: വേലുത്തമ്പി ദളവ ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിപ്പിച്ചത് എന്നാണ്? നമ്മുടെ മുമ്പുള്ള ചരിത്ര ക്വിസിലും സ്വാതന്ത്ര്യ സമര ക്വിസിലും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണിത്. അപ്പോൾ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. പേര് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഉത്തരം അറിയുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിലേക്ക് പോവുക. അതിനുശേഷം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത സോഷ്യൽ സയൻസ് ക്വിസിലായിരിക്കും പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. PDF-കൾ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.